ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കൊടുങ്ങല്ലൂരിൽ മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി BJPയിൽ ചേർന്നു. ശോഭ ജോഷി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടൗൺ ഹാൾ വാർഡിൽ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്തങ്ങ് ബസാർ സ്വദേശിനി വനജ, മകൻ വിജേഷ് എന്നിവരാണ് മരിച്ചത്. പറപ്പൂരിൽ ഗ്ലാസ് പൊട്ടിവീണ് 5 പേർക്ക് പരിക്കേറ്റു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഗ്ലാസ് പൊട്ടിവീണത്. വാൽപ്പാറ സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപം പാടിക്കുനേരെ കാട്ടാന ആക്രമണം. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തിരിതെളിയും. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 8500ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി BJPയിൽ ചേർന്നു. ഇരിങ്ങാലക്കുടയിലെ BJP സൌത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ സ്വീകരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശാസ്താമിടം എന്നിവർ പങ്കെടുത്തു. ശോഭ ജോഷി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടൗൺഹാൾ വാർഡിൽ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതേസമയം BJPയോടൊപ്പം ചേർന്ന് ഇടതുമുന്നണിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ശോഭ ജോഷിയെ CPMൽ നിന്നും പുറത്താക്കിയതായി CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അറിയിച്ചു. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്തങ്ങ് ബസാർ വില്ലനശ്ശേരി പരേതനായ മോഹനന്റെ ഭാര്യ 61 വയസ്സുള്ള വനജ, മകൻ 38 വയസ്സുള്ള വിജേഷ് എന്നിവരാണ് മരിച്ചത്. വനജയെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതിനെ തുടർന്ന് അന്വേഷിച്ച് എത്തിയ ബന്ധുവാണ് മൃതദേഹങ്ങൾ കണ്ടത്. വനജ അടുക്കളയിൽ വീണുകിടക്കുന്ന നിലയിലും വിജേഷ് മുറിയിൽ തൂങ്ങിയ നിലയിലുമാണ്. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പറപ്പൂരിൽ ഗ്ലാസ് പൊട്ടിവീണ് 5 പേർക്ക് പരിക്കേറ്റു. സെന്റർ ടവറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ ഗ്ലാസ് പൊട്ടിവീണാണ് 5 പേർക്ക് പരിക്കേറ്റത്. സ്വർണ്ണാഭരണ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന ടഫൻ ഗ്ലാസാണ് പൊട്ടിവീണത്. പരിക്കേറ്റ തച്ചുശാസ്ത്ര വിദഗ്ധൻ പറപ്പൂർ സ്വദേശി കോലത്താട്ടിൽ ഉണ്ണികൃഷ്ണൻ, മുണ്ടൂർ സ്വദേശി പഴമുക്കിൽ സന്ദീപ്, ഏഴാങ്കല്ല് സ്വദേശി ചീരോത്ത് രാഗേഷ്, പേനകം സ്വദേശി അന്നകര രതീഷ്, പുലിയന്നൂർ സ്വദേശി രവി എന്നിവരെ പറപ്പൂർ ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാൽപ്പാറ സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപമുള്ള പാടിക്ക് നേരെ കാട്ടാന ആക്രമണം. ജനലും വാതിലും തകർത്ത് അടുക്കള ഭാഗത്തുകൂടി അകത്ത് കയറിയ കാട്ടാന ഭക്ഷണ സാധനങ്ങൾ കഴിച്ച ശേഷമാണ് മടങ്ങിയത്. മേഖലയിൽ കാട്ടാന ശല്യം പതിവാണ്. പുലിയും കരടിയും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതും ഇവിടെ പതിവാണ്. വന്യമൃഗഭീതി ഒഴിവാക്കാൻ പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെടുമ്പോഴും കാടിനോട് ചേർന്ന മേഖലയായതിനാൽ വനം വകുപ്പ് നിസ്സഹായരാണ്. കഴിഞ്ഞ ദിവസം സമീപത്തെ സ്കൂളിലെത്തിയ കാട്ടാന ഭാഗികമായി നാശനഷ്ടം വരുത്തിയിരുന്നു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 18 മുതൽ 21 വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കും. 22 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 8500ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനറും വിദ്യാഭ്യാസ ഉപഡയറക്ടറുമായ PM ബാലകൃഷ്ണൻ അറിയിച്ചു. ടൗൺഹാളിലാണ് പ്രധാന വേദി. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് സ്കൂൾ, സെന്റ് മേരീസ് സ്കൂൾ, ഡോൺ ബോസ്കോ സ്കൂൾ തുടങ്ങിയവയാണ് മറ്റ് വേദികൾ. സംസ്കൃതോത്സവം നാഷണൽ സ്കൂളിലും അറബിക് കലോത്സവം ഗവൺമെന്റ് LP സ്കൂളിലുമാണ് നടക്കുക. ബുധനാഴ്ച ടൗൺഹാളിൽ ചലച്ചിത്ര താരം ജയരാജ് വാര്യർ കലാമേള ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T ശൈല, വൈസ് ചെയർമാൻ AC സുരേഷ്, വിവിധ കമ്മിറ്റി കൺവീനർമാരായ ഷിജി ശങ്കർ, CP ജോബി, PT സെമിറ്റോ, CV സ്വപ്ന എന്നിവരും പങ്കെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ച സെൻട്രൽ സൂ അതോറിറ്റി.
KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് സെക്രട്ടറി സെൻട്രൽ സൂ അതോറിറ്റിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് നേരിട്ട് സുവോളജിക്കൽ പാർക്കിൽ പരിശോധന നടത്തി 3 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവിട്ടത്. മാനുകൾ ചത്ത സംഭവത്തെക്കുറിച്ചും സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്താത്തത് സംബന്ധിച്ചും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് സുവോളജിക്കൽ പാർക്കിലെ 10 പുള്ളിമാനുകളെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വിവിധ ജില്ലകളിലെ 23 പേരിൽ നിന്ന് 1 കോടിയോളം രൂപ കബളിപ്പിച്ചതായി പരാതി. മാളയിൽ മാത്രം 9 പേരിൽ നിന്ന് തട്ടിയത് 38 ലക്ഷം രൂപയാണ്. തിരുവനന്തപുരം തോപ്പില്ലയിൽ സ്വദേശി ധനേഷ്, പറവൂർ സ്വദേശിനി സിനി ആന്റണി, കോൾക്കുന്ന് സ്വദേശി ബിനീഷ് എന്നിവർക്കെതിരെയാണ് കേസ്. കോൾക്കുന്ന് സ്വദേശി ആകാശ്, അഷ്ടമിച്ചിറ സ്വദേശികളായ ആതിര, വൈശാഖ്, ശരത്, അക്ഷയ്, എവിൻ, കൊറ്റനെല്ലൂർ സ്വദേശി ലാലു, മാള സ്വദേശി മനീഷ്, പുത്തൻചിറ സ്വദേശി ജസ്വിൻ എന്നിവരുടെ പരാതിയിലാണ് മാള പോലീസ് കേസെടുത്തത്. തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതൽ പേർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പരാതിക്കാരനായ വൈശാഖ് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5.25 ലക്ഷം രൂപ വിസ തട്ടിപ്പാര്, അത് സ്കിൽസ് വേ എന്നുള്ളൊരു കമ്പനി, അതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ബിനീഷ, ധനേഷ്, സിനി ആന്റണി എന്നീ 3 പേരും കൂടിയിട്ടാണ് പറ്റിച്ചേക്കണത്. ഈ ബിനീഷ പ്രകാരമാണ് ഞങ്ങൾ ഇവരുടെ കയ്യിൽ പൈസ കൊടുത്തേക്കുന്നതും ആ ഏജൻസിക്ക് എത്തിപ്പോണത്. ഇപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു 23 ആൾക്കാരോളം പൈസ ഇതിൽ കൊടുത്തിട്ട് നിൽക്കണുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ പൈസ പോയി എടുക്കുകയാണ്. മാത്രമല്ല, എനിക്ക് പോകാനായിട്ടുള്ള വിസയും വർക്ക് പെർമിറ്റുകളും കാര്യങ്ങളൊക്കെ ഒരു കാണിച്ചു തന്നിട്ട് അതെല്ലാം വ്യാജമായിരുന്നു. എന്നിട്ട് പോകാൻ പറ്റാതായപ്പോൾ ഞാൻ റീഫണ്ടിന് വെച്ചു. ഈ റീഫണ്ടും ഇവർ ഇത്ര നാളെടുത്ത് തരുന്നില്ല, ഞങ്ങളിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റീഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇവർ പറയുന്നത് ഇവർക്ക് അതിനെക്കുറിച്ചൊന്നൊരു ഉത്തരവാദിത്തമില്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം. എറണാകുളത്ത് പ്രവർത്തിച്ചിരുന്ന സൺറൈസ് എന്ന പേരിലുള്ള സ്ഥാപനത്തിന്റെ പേരിലാണ് 3 പേരും ചേർന്ന് വിസയും ജോലിയും വാഗ്ദാനം ചെയ്തത്. പിന്നീട് സ്ഥാപനത്തിന്റെ പേര് സ്കിൽസ് വേ, സ്കിൽസ് വേദ എന്നിങ്ങനെ മാറ്റുകയായിരുന്നു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ ബൈജുവിന്റെ കുടുംബത്തിനുള്ള സ്വപ്നഭവനത്തിന്റെ താക്കോൽദാനം BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, MR വിശ്വൻ, പ്രവീൺ പറങ്ങനാട്ട്, സുജയ് സേനൻ, സുധീഷ് മേനോത്തുപറമ്പിൽ, സർജു തോയക്കാവ്, ഭഗീഷ് പൂരാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. BJP ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 2008-ലാണ് RSS പ്രവർത്തകനായ ബൈജു കൊല്ലപ്പെട്ടത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. ചാലക്കുടിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടുത്ത ബന്ധുക്കളായ വനിതകൾ ഇരുമുന്നണികളിലായി 2 വാർഡുകളിൽ മത്സരരംഗത്ത്. തൊട്ടടുത്ത വാർഡുകളിലാണ് ഇരുവരും ജനവിധി തേടുന്നത്. സെന്റ് മേരീസ് ചർച്ച് വാർഡിൽ ഇത്തവണത്തെ LDF സ്ഥാനാർത്ഥി അൽഫോൺസ ചാക്കോ. ഇവരുടെ ഭർത്തൃ സഹോദരൻ ജോണിയുടെ ഭാര്യ മേഴ്സി മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായി ഗായത്രി ആശ്രമം വാർഡിലും. ഒരാൾ റിട്ടയേർഡ് പബ്ലിക് ഹെൽത്ത് നഴ്സും മറ്റൊരാൾ അധ്യാപികയും. അൽഫോൺസ ചാക്കോ കഴിഞ്ഞ വർഷം സർവീസിൽ നിന്നും വിരമിച്ചു. പ്രളയം, കോവിഡ് കാലഘട്ടങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇവർ സജീവമായിരുന്നു. ബോധവൽക്കരണവും മറ്റുമായി പൊതുജന സമ്പർക്കത്തിന്റെ അനുഭവവുമായാണ് അൽഫോൺസയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള കാൽവയ്പ്. നിലവിലെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷിന്റെ വാർഡാണിത്.
സുരേഷും കൂടി മുൻകൈയെടുത്താണ് അൽഫോൺസയെ LDF സ്ഥാനാർത്ഥിയാക്കിയത്. ചാലക്കുടി സെന്റ് ജെയിംസ് നഴ്സിംഗ് കോളേജിലെ അധ്യാപികയാണ് ഗായത്രി ആശ്രമം വാർഡിൽ മത്സരിക്കുന്ന മേഴ്സി മഞ്ഞപ്രക്കാരൻ. അപ്രതീക്ഷിതമായാണ് ഇവർ UDF സ്ഥാനാർത്ഥിയായത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായുള്ള സമ്പർക്കം, പ്രവർത്തന പാഠവും എന്നിവ ആദ്യമായി രാഷ്ട്രീയത്തിലിറങ്ങുന്ന ഇവർക്ക് അനുകൂല ഘടകമാകുന്നു. ഇത് ജനാധിപത്യമാണെന്നും സ്വന്തവും ബന്ധവും നോക്കിയല്ല സ്ഥാനാർത്ഥികളാകുന്നതെന്നും ഇരുവരും പറയുന്നു. എന്തായാലും ബന്ധുക്കളുടെ കന്നി മത്സരം ഇരു വാർഡുകളിലെയും വോട്ടർമാർക്കും കൗതുകമാവുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മത്സരരംഗത്ത് 2 മാധ്യമപ്രവർത്തകർ. ദീപിക ലേഖകൻ R. ജയകുമാറും ഓൺലൈൻ റിപ്പോർട്ടർ KS പാർവതിയുമാണ് മത്സരരംഗത്ത്. ഇരുവരും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. മമ്മിയൂർ 32-ാം വാർഡിൽ നിന്നാണ് പാർവതി ജനവിധി തേടുന്നത്. കന്നിയംഗമാണ് ഇവരുടേത്. ഹൈസ്കൂൾ 34-ാം വാർഡിൽ നിന്നാണ് ജയകുമാർ മത്സരിക്കുന്നത്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ജയകുമാർ കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. തിരുവില്ലാമല പഞ്ചായത്ത് 19 വാർഡുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 19 വാർഡുകളിൽ 14 എണ്ണത്തിൽ CPM മത്സരിക്കും. 5 എണ്ണത്തിൽ CPIയും മത്സരിക്കും. CPM സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു നിർവഹിച്ചു. CPI സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. തെക്കുംകര പഞ്ചായത്തിലെ 19 വാർഡുകളിലേക്കുള്ള ഇടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 16 സീറ്റിൽ CPMഉം 3 സീറ്റിൽ CPIയും മത്സരിക്കും. കരുമത്ര, വടക്കേക്കര, വീരോലിപ്പാടം, പുന്നംപറമ്പ് സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. പട്ടികജാതി വനിതാ സംവരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി. ഉറച്ച സീറ്റായ മലാക്ക വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ശാന്ത ഉണ്ണികൃഷ്ണനെ മുൻനിർത്തിയാണ് മത്സരം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം മുൻ പ്രസിഡന്റ് അജീഷ് ഫിലിപ്പും പട്ടികയിൽ ഇടം നേടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മാളയിൽ സ്റ്റീൽ കയറ്റിപ്പോയ ലോറി അപകടത്തിൽപ്പെട്ടു. മാള കൃഷ്ണൻകോട്ട റോഡിലാണ് അപകടമുണ്ടായത്. മുന്നിൽ പോയ കാറ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് അപകടമുണ്ടായത്. റെയിലിൽ വെച്ചിരുന്ന സ്റ്റീൽ റോൾ ഇളകിമാറി ലോറിയുടെ ക്യാബിൻ തകർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കലോത്സവ നഗരി ശുചീകരിച്ച് ഹരിത കർമ്മസേന. കുന്നംകുളം ഉപജില്ലാ കലോത്സവം അരങ്ങേറിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹരിത കർമ്മസേന വൃത്തിയാക്കിയത്. കലോത്സവത്തിന്റെ പ്രധാനപ്പെട്ട 3 വേദികളും സംഘാടക സമിതി ഓഫീസുകളും പ്രവർത്തിച്ചിരുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 4 ദിവസങ്ങളിലായി കലോത്സവം കാണാൻ ആയിരക്കണക്കിന് പേരാണ് സ്കൂളിൽ എത്തിയിരുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് ഷീബ രാജേഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PB ബിബിൻ, SMC ചെയർമാൻ VS ശ്രീജൻ, ഹരിത കർമ്മസേന പ്രസിഡന്റ് സജ്നത്ത്, സെക്രട്ടറി ബിനീഷ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അന്നീത പെരുന്നാൾ ആചരിച്ചു. വികാരി ഫാദർ VM ശാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി CI റിജി, സെക്രട്ടറി KS ബെന്നി എന്നിവർ നേതൃത്വം നൽകി. SKSSF വിഖായ ആക്ടിംഗ് വിങ്ങിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ട്രെയിനിംഗ് ക്യാമ്പ് ചാവക്കാട് നടന്നു. ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. വിഖായ ജില്ലാ സമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് മൗലവി അധ്യക്ഷത വഹിച്ചു. സിദ്ദിഖ് ഫൈസി മങ്കര, സത്താർ ദാരിമി, ഷുഹൈബ് കടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിക്ക് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം താലൂക്ക് യൂണിയനും കൊടകര പൂനിലർക്കാവ് ദേവസ്വവും സംയുക്തമായി സ്വീകരണം നൽകി.
ദേവദാംഗ ജ്യോതിഷ പരിഷത്ത് ആചാര്യൻ സേതുമാധവ് ഉദ്ഘാടനം ചെയ്തു. പൂനിലാർക്കാവ് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഡി നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. ഇ കൃഷ്ണൻ നായർ, ടി മോഹനൻ, ഇ രവീന്ദ്രൻ, മിനി ദാസൻ, പി ആർ സുബ്രഹ്മണ്യൻ, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ കായികമേള തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ നടന്നു. PTA വൈസ് പ്രസിഡന്റ് CB ബൈജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് P ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ J നെൽസൺ, വർക്ക്ഷോപ്പ് ഫോർമാൻ P സുധി, സ്കൂൾ ലീഡർ KB അനൂജ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ചുള്ള കുമരനെല്ലൂർ ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദിലീപ് ശ്രീധരന് ആദ്യപ്രതി നൽകി നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, എങ്കക്കാട് ദേശ കമ്മിറ്റി ഭാരവാഹികളായ PR സുരേഷ് കുമാർ, C ജയേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 24-നാണ് ഉത്രാളിക്കാവ് പൂരം. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കൊടുങ്ങല്ലൂരിൽ മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി BJPയിൽ ചേർന്നു. ശോഭ ജോഷി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടൗൺ ഹാൾ വാർഡിൽ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്തെങ്ങ ബസാർ സ്വദേശിനി വനജ, മകൻ വിജേഷ് എന്നിവരാണ് മരിച്ചത്. പറപ്പൂരിൽ ഗ്ലാസ് പൊട്ടി വീണ് 5 പേർക്ക് പരിക്കേറ്റു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഗ്ലാസ് പൊട്ടി വീണത്. വാൽപ്പാറ സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപം പാടിക്ക് നേരെ കാട്ടാന ആക്രമണം. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തിരിതെളിയും. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 8,500ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.